അൽഫിയ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മദ്രസ തുടങ്ങി. രാത്രി കൊണ്ട് നിന്ന് 700 ബൈത്ത് പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീ പിടിച്ചു. ആ തീ പിടിച്ച സമയത്ത് മൂപ്പർ അവിടെ ഒളിച്ചതിന് വെള്ളം തൂക്കി ഇങ്ങനെ എരിയുകയാണ്. ഈ സ്ട്രീറ്റിൽ കള്ളന്മാർ വരില്ല. ഷഹീദെ മില്ലത്ത് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട ഭൂമികയായ പാലക്കാടിൻ്റെ കിഴക്കുഭാഗത്ത് ഇസ്ലാമിൻ്റെ വെളിച്ചം പരത്തിയ നിരവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. പലരുടെയും ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിലും പരമ്പരാഗതമായി കൈമാറി വന്ന അറിവുകളും അനുഭവങ്ങളും ഇന്നും ഈ നാടിൻ്റെ ആത്മീയ വെളിച്ചത്തിന് മങ്ങലേൽക്കാതെ നിർത്തുന്നുണ്ട്. ജില്ലയുടെ കിഴക്കുഭാഗത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുടെ ചരിത്രത്തിൽ ഈ മഹാന്മാർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. ആത്മീയതയുടെ പ്രഭ വീശിയ ആ പഴയ കാലത്തേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ യാത്രയിൽ ഉദ്ദേശിക്കുന്നത്. ജില്ലയുടെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് പുതുനഗരം. പുതുനഗരത്തിൻ്റെ ഹൃദയഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ചിന്നപ്പള്ളി വട്ടാരം. ഈ പ്രദേശത്തെ തലയുയർത്തി നിൽക്കുന്ന പള്ളിയുടെ വടക്കുഭാഗത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന 2 മഹാന്മാരാണ് അബ്ദുർ റസാഖ് വലിയുല്ലാഹിയും മുഹമ്മദ് റൌഫ് വലിയുല്ലാഹിയും. 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നാട്ടിൽ ജീവിക്കുകയും വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു നൽകി ആത്മീയ അനുഭൂതിയിലൂടെ ഇലാഹിലേക്ക് ജനങ്ങളെ വഴി നടത്തുകയും ചെയ്ത മഹാന്മാരാണ് അബ്ദുർ റസാഖ് വലിയുല്ലാഹിയും അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് റൌഫ് വലിയുല്ലാഹിയും. നാട്ടുകാരനും പണ്ഡിതനുമായ അബ്ദുൽ ജബ്ബാർ മിസ്ബാഹി ഉസ്താദുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാം. അങ്ങനെയൊക്കെ കണ്ടാണ് നമ്മുടെ ബാഖിയാത്ത് സാലിഹാത്ത് ബാനിയത്തിൻ്റെ അനിയൻ ഗുലാം മുഹീദ്ദീൻ മറ്റേ ഇവരോട് പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അൽഫിയ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ മദ്രസ തുടങ്ങി. അതുകൊണ്ട് ഒന്ന് വേഗം അനിയനെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോൾ രാത്രി കൊണ്ട് നിന്ന് 700 ബൈത്ത് പഠിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് നമ്മുടെ മുഹമ്മദ് നേരത്തെ പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് അതൊരു പറഞ്ഞു. ചെറിയ പ്രായത്തിൽ തമിഴ്നാട്ടിലെ പ്രഗത്ഭരായ പണ്ഡിതരിൽ നിന്ന് അറിവ് നേടി തൻ്റെ നാടായ പുതുനഗരത്ത് നീണ്ട വർഷക്കാലം സേവനം ചെയ്തു അബ്ദുർ റസാഖ് വലിയുല്ലാഹി. ഈ നാടിൻ്റെ ആശാകേന്ദ്രവും അഭയസ്ഥാനവുമായി മഹാനവറുകൾ മാറുകയായിരുന്നു. പല നാടുകളിൽ നിന്നും അറിവ് നേടാനായി മഹാനവറുകളുടെ സവിധത്തിലേക്ക് വിദ്യാർത്ഥികൾ വന്നിരുന്നു. തമിഴ്നാട്ടിലെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൻ്റെ സ്ഥാപകനായ ബാനി ഹസറത്ത് എന്ന പേരിൽ അറിയപ്പെട്ട അബ്ദുൽ വഹാബ് ഹസറത്തിൻ്റെ സഹോദരൻ ഗുലാം മുഹീദ്ദീൻ എന്നവർ പ്രധാന ശിഷ്യനാണ്. ലോകപ്രശസ്ത അറബി വ്യാകരണ ഗ്രന്ഥമായ അൽഫിയ ഓതിപ്പഠിക്കുന്ന കാലത്ത് 300 ബൈത്തുകൾ പൂർത്തിയാക്കിയ ഗുലാം മുഹീദ്ദീൻ എന്നവർക്ക് അടിയന്തരമായി വെല്ലൂരിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അൽഫിയയുടെ ബാക്കിയുള്ള 700 ബൈത്തുകൾ ഒറ്റ രാത്രി കൊണ്ട് ശിഷ്യന് പഠിപ്പിച്ചു കൊടുത്ത് വെല്ലൂരിലേക്ക് യാത്രയാക്കിയ കറാമത്തിന്റെ ഉടമയാണ് മഹാനായ അബ്ദുർ റസാഖ് വലിയുല്ലാഹി. തമിഴ്നാട്ടിലെ മദിരാശിയിലായിരുന്നപ്പോൾ തൻ്റെ നാട്ടിലുണ്ടായ തീപിടുത്തം അണയ്ക്കുന്നതിനു വേണ്ടി അംഗശുദ്ധി വരുത്തിക്കൊണ്ടിരുന്ന ഹൗലിലെ വെള്ളം കോരിയൊഴിക്കുന്നു. കാരണം അന്വേഷിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇപ്പോൾ ഒരു തീപിടുത്തം നടന്നിട്ടുണ്ട്, ഞാനത് അണയ്ക്കുകയാണ്. ഇത് കേട്ടവർ അന്നത്തെ തീയതിയും സമയവും രേഖപ്പെടുത്തി വെക്കുന്നു. അവർ പുതുനഗരത്ത് വന്ന് അന്വേഷണം നടത്തുന്നു. സംഭവം സത്യമാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. ഇങ്ങനെ ധാരാളം കറാമത്തുകൾ പ്രകടമാക്കിയ മഹാനവറുകൾ ചിന്നപ്പള്ളി വട്ടാരം പള്ളിയുടെ വടക്കുവശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തിനു ശേഷം മകൻ മുഹമ്മദ് റൌഫ് എന്നവർ ഉപ്പയുടെ ദൗത്യം ഏറ്റെടുക്കുകയും ഈ നാടിന് ആത്മീയ വെളിച്ചം പകർന്നു നൽകുകയും ചെയ്തു. വഫാത്തിനു ശേഷം ഉപ്പയുടെ സമീപത്ത് തന്നെ അദ്ദേഹത്തെ ഖബറടക്കി.
ബാക്കിയാത്തു സ്വാലിഹാത്ത്, വെല്ലൂരിലെ പ്രധാനപ്പെട്ട ഒരു കലാലയം ബാക്കിയാത്തു സ്വാലിഹാത്ത്, അതിലെ ബാനി ഹസറത്ത്, അദ്ദേഹത്തിൻ്റെ അനിയൻ ഗുലാം മുഹീദ്ദീൻ ഹസറത്ത് മഹാനവറുകളുടെ ശിഷ്യനായിരുന്നു. ബാനി ഹസറത്ത് അദ്ദേഹത്തെ ഒരു ദിവസം ബാക്കിയാത്തിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം 300 ബൈത്തുകൾ മാത്രമാണ് മഹാനായ അബ്ദുർ റസാഖ് വലിയുല്ലാഹിയുടെ അടുക്കൽ അന്ന് ഓതിയിരുന്നത്. എന്നാൽ ഉസ്താദിൻ്റെ അടുക്കൽ പൂർണ്ണമായി ഓതണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പറഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹത്തിന് 700 ബൈത്തുകളും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ കറാമത്ത് എന്ന് വേണമെങ്കിൽ പറയാം, ആ നിലക്ക് 700 ബൈത്തുകളും അദ്ദേഹത്തെ പഠിപ്പിച്ച് പിറ്റേ ദിവസം പുലർച്ചെ വെല്ലൂരിലേക്ക് പറഞ്ഞയച്ചു എന്നൊരു ചരിത്രം കൂടിയുണ്ട് എന്നാണ് ഉസ്താദ് അവറുകൾ നമുക്ക് പറഞ്ഞു തന്നത്. ചന്തയ്ക്ക് വേണ്ടിയിട്ട് അത്രയും ചന്തയുടെ ഒരു വലിയ കേന്ദ്ര ചന്തക്കൊട്ടാന്ന് പറയും. അപ്പം അവിടെ ഈ എന്തോ ഒരു കോഴിക്ക് തീ ചന്തപ്പേട്ടയിൽ തീ പിടിച്ച സമയത്ത് മൂപ്പർ അവിടെ ഒളിച്ചതിന് വെള്ളം കുത്തി ഇങ്ങനെ എറിയുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കണം എന്താ ഈ വെള്ളം എരിയും ചോദിച്ചോളൂ. ഞങ്ങളവിടെ ഇങ്ങനെ അൽഹംദുലില്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെട്ട മഹാന്മാർ എന്നും വിശ്വാസികൾക്ക് വലിയൊരു ആശാകേന്ദ്രമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾപ്പെട്ട മഹാനായ ഒരു ആലിമും സൂഫിയാണ് ഈ ചിന്നപ്പള്ളി വട്ടാരം എന്ന ഈ പ്രദേശത്ത് പള്ളിയോട് ചേർന്ന് അതിൻ്റെ വടക്ക് ഭാഗത്തായി അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ മകൻ മുഹമ്മദ് ഗൗസ് എന്ന മഹാനവറുകൾ, അവരുടെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിയുന്നവരൊക്കെ ഇൻഷാ അള്ളാഹ് പുതുനഗരം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ ഉള്ളിലേക്ക് വന്നാൽ ഈ ചിന്നപ്പള്ളി വട്ടാരം എന്ന പള്ളിയിലേക്ക് എത്താം. അവിടെ നമുക്ക് എപ്പോഴും സിയാറത്തിന് സൗകര്യമുണ്ട്. ഇൻഷാ അള്ളാഹ് കഴിയുന്നവരൊക്കെ വരാൻ ശ്രമിക്കുക. സിയാറത്തിന് കഴിയാത്തവർ അവരുടെ പേരിലൊക്കെ ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്ത് അവരുടെ ബറക്കത്തും അവരുടെ നുസ്റത്തും ലഭിക്കാൻ നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സ്ട്രീറ്റിൽ കള്ളന്മാർ വരില്ല എന്നൊരു വിശ്വാസം അതിന്നും ആ നിലക്ക് തന്നെ പോകുന്നു. കള്ളന്മാർ ഉള്ളിലൂടെ വരില്ല എന്നുള്ളൊരു വിശ്വാസം. ഇവരുടെയൊക്കെ ഒരു നിയന്ത്രണം, ഒരു കാവൽ ഇപ്പോഴുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇവിടെ ജനങ്ങളുടെ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ വന്ന് ദുആ ചെയ്താലും ആ ഉദ്ദേശം സാഫല്യമാവുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കറാമത്തിൻ്റെ ഉടമയാണ് മഹാൻ